ഒരു ചടങ്ങെന്ന നിലയ്ക്ക് ഞാൻ നാളെ ഓഫീസിലേക്ക് വന്നോളാം. ഇത് തന്റെ ഉറച്ച തീരുമാനമാണോ? എനിക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ല സർ. പിന്നെ എന്തിനാ ഞാൻ വെറുതെ? എന്റെ കണ്ണ ഇത് കേട്ടില്ലേ? നിന്റെ ഭക്തയ്ക്ക് അങ്ങനെയുള്ള മോഹങ്ങളൊന്നും ഇല്ലെന്ന്. വൈസ് ചെയർപേഴ്സൺ ആകാൻ പറ്റില്ലെന്ന്. നിന്റെ ഭക്തയുടെ മനസ്സ് മാറ്റിയെടുക്കണേ. താനും വന്നേ. നീ പറയുകണ്ണ, നിന്റെ ഈ ഭക്തയെ ഞങ്ങളുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആക്കില്ലേ? എന്താ സർ? ഏയ്, ഞാൻ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. സാർ ഉറങ്ങിയില്ലേ? ഏയ് ഇല്ല, ഇടയ്ക്ക് കുറെ നേരം കറണ്ട് പോയി. എന്നിട്ട് അപ്പോ ഉണർന്നിരുന്നു, പിന്നെ ഉറക്കം വന്നില്ല. എന്നാ പിന്നെ ഉറങ്ങുന്ന തന്നെ നോക്കിയിരിക്കാന്ന് വിചാരിച്ചു. രാത്രി കറണ്ട് പോയെന്നോ? ആ, 1-2 മണിക്കൂർ മുൻപാ. താൻ സുഖമായിട്ട് കിടന്നുറങ്ങായിരുന്നു. ഞാൻ തന്നെയും കണ്ടങ്ങിരുന്നു. അല്ല, കറണ്ട് പോയപ്പോ സാറിന് പേടിയായില്ലേ? ആ, കറണ്ട് പോകുമ്പോ ഞാൻ എന്തിനു പേടിക്കണം? താൻ പേടിക്കാറുണ്ടോ? സാർ ഇത് എന്താ പറയുന്നേ? എന്നെ പറ്റിക്കുവാണല്ലേ? താനാ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. എടോ, ഓഫ് ദ ലൈറ്റ്. സാർ, എടോ, ലൈറ്റ് അണയ്ക്കാൻ. സാർ സാർ പേടിക്കും. ശരി സാറ് എന്റെ അടുത്ത് തന്നെ ഇരിക്കണേ. ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാം. പേടിക്കുവാണെങ്കിൽ എന്നെ പിടിച്ചോണേ. ഇതിലും നല്ല അവസരം ഇനി കിട്ടാനില്ല. ശ്യാമേ, 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 എവിടെയാ? ശ്യാമേ, 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 പേടിക്കാതെ പേടിക്കാതെ, ഞാൻ അടുത്തുണ്ട്. എനിക്ക് പേടിയാവുന്നു ശ്യാമേ. സാർ പേടിച്ച് നിലവിളിക്കല്ലേ? ഞാൻ ലൈറ്റ് ഇടാം. വേണ്ട ശ്യാമേ, വേണ്ട. അത്രയും സമയം തന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാലോ. അതുമല്ല, എനിക്കാണെങ്കിൽ ഇരുട്ടിനെ പേടിയുമില്ല. എന്താണോ? സർ ലൈറ്റ് ഇല്ല. ഇവിടെ മുഴുവൻ ഇരുട്ടാ. സാറിന് പേടിയാവുന്നില്ലേ? എന്റെ പേടിയൊക്കെ മാറിയിടൂ. താനും തന്റെ കൃഷ്ണനും കൂടി, അല്ലല്ല, നമ്മുടെ കൃഷ്ണനും കൂടി ഇരുട്ടിനോടുള്ള എന്റെ പേടി മാറ്റി. സാർ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാനിത് അമ്മയോടൊക്കെ പോയി പറയട്ടെ. അമ്മയ്ക്കൊക്കെ ഒരുപാട് സന്തോഷവും. വരട്ടെ വരട്ടെ, എല്ലാവരോടും പറയാൻ വരട്ടെ. പക്ഷേ അവർക്കാർക്കും ഇതിലൊരു പങ്കും അവകാശപ്പെടാൻ പറ്റില്ല. തന്നോടാ ഞാൻ ഇതിന് കടപ്പെട്ടിരിക്കുന്നത്. അല്ല സർ, എനിക്കിതിലൊരു പങ്കുമില്ല.
ഇത് മുഴുവൻ ചെയ്തത് ദാ ഇയാളാ. സർ, എനിക്ക് എന്തുമാത്രം സന്തോഷമായിരുന്നോ. ഇനി തല്ലായിട്ടോ, ഇനി ലൈറ്റിട്ടോ. ശ്യാമേ, ഒന്നിങ്ങ് വന്നേ. എന്താ സർ? ഇതാണോ ഓഫീസിൽ പോകുമ്പോഴുള്ള ഡ്രസ്? ആ, ഒരു മിനിറ്റ് നിക്ക്. ദാ, ഇതറിഞ്ഞോളൂ. ഇതാണ് എന്റെ ഭാര്യ നമ്മുടെ ഓഫീസ് കാണാൻ വരുമ്പോ ധരിക്കേണ്ടത്. അയ്യേ, ഇതൊന്നും പറ്റില്ല. ഇതൊക്കെ ഇട്ട് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല. നോവേ. ഭാര്യ അണിഞ്ഞൊരുങ്ങുന്നത് ഭർത്താവിന് സന്തോഷിക്കാനും ഭർത്താവ് ഒരുങ്ങുന്നത് ഭാര്യയ്ക്ക് സന്തോഷിക്കാനോ? സർ, പല ദിവസവും താൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് അഖിൽ സാറ് ആ കളർ ഷർട്ട് ഇട്, ഈ കളർ ഷർട്ട് ഇട്, പിന്നെ ആ കളറിന് ഇതേ ചേരൂ, ഇത് സൂപ്പറാണ്, അങ്ങനെയൊക്കെ പറയാറില്ലേ? ആ, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ പ്ലീസ് സർ, ഈ ഡ്രസ് ഇടുന്ന കാര്യം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഇതൊന്നും എന്നെ പോലുള്ളവർക്ക് ശരിയാവില്ല. എനിക്കിതേ ഞാൻ ഉടുത്തിരിക്കുന്ന ഇതുപോലത്തെ സാരി തന്നെയാ നല്ലത്. തന്റെ അഖിൽ സാറാണ് പറയുന്നത്. തനിക്ക് വേണ്ടി കൈ പൊള്ളിച്ച അഖിൽ സാറ്, തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി കാടും മേടും താണ്ടി അഖിൽ സാറ്, തനിക്ക് വേണ്ടി ജഗന്നാഥനുമായിട്ട് തല്ലുണ്ടാക്കി അഖിൽ സാറ്. ആ അഖിൽ സാറാ പറയുന്നത് താൻ ഈ ഡ്രസ്സ് ധരിച്ചു വേണം ഓഫീസിൽ വരാൻ. എങ്കിൽ ശരി, എനിക്ക് സാറിനേക്കാളും വലുതല്ല എന്റെ ഇഷ്ടങ്ങൾ. ഇങ്ങ് തന്നോളൂ. വേണ്ട, തന്റെ ഫീലിങ്സ് ഞാൻ അംഗീകരിക്കുന്നു. ആ, തനിക്കിഷ്ടമില്ലാത്ത കാര്യം ഞാനായിട്ട് അടിച്ചേൽപ്പിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം, സാരി എന്ന് പറഞ്ഞ് പഴയ ഐറ്റം സാരി ഉടുക്കരുത്. ഞാൻ കൊണ്ടുവന്ന പുതിയ സാരി ഉടുക്കണം. ഞാൻ പറയുന്ന രീതിയിൽ അണിഞ്ഞൊരുക്കണം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം. അത് ന്യായം. എന്റെ ആവശ്യം സാർ അംഗീകരിക്കുമ്പോ സാറിന്റെ ആവശ്യം ഞാനും അംഗീകരിക്കണം. ഞാൻ ആ സാരിയെ കൊടുത്ത് റെഡിയാവാം. എന്താ മോളെ പാത്തും പതുങ്ങി നോക്കുന്നേ? ഞാനെന്നേ ഓഫീസിൽ പോവാ. ആ ശ്യാം എങ്ങനെ ഒരുങ്ങുന്നേന്ന് എനിക്കൊന്ന് അറിയണം. അതിലും മെച്ചപ്പെട്ട രീതിയിൽ വേണമല്ലോ എനിക്ക് പോവാൻ. ആ ശ്യാമയ്ക്ക് ആർഭാടമൊന്നും ഇല്ലെങ്കിലേ കാണാൻ നല്ല ഐശ്വര്യം അല്ലേ മോളെ? തള്ളു തന്നാലുണ്ടല്ലോ, തള്ളി താഴെ കിട്ടളേ ഞാൻ. ഇട്ടാതിരുന്നു. അടിപൊളി. സാർ ചുമ്മാതിരിക്കെ, എനിക്കാകെ ചമ്മലായിട്ട് വയ്യ. എന്തായാലും വാ, നമുക്ക് ഇറങ്ങാം. എവിടെ ഇറങ്ങാൻ? ഇതിലേ ഇനി ഒരുപാട് അലങ്കാര പണികളുണ്ട്. സാർ ഇതെന്തൊക്കെയാ പറയുന്നേ? അതേ, പൊന്നും കുടത്തിന് പൊട്ട് വേണ്ടെന്നാ സാധാരണ പറയാറ്. പക്ഷേ അതിനൊരു പൊട്ടും കൂടി ഉണ്ടെങ്കിലോ? തന്റെ കാര്യം അതുപോലെയാ.
എന്തൊരു ചന്തമാ, അടിപൊളി. തനിക്ക് സ്വാഭാവികമായിട്ട് തന്നെ ഒരു തേജസ് ഉണ്ട്. സത്യം. അപ്പച്ചി ആ, കമ്മലെവിടെ? അയ്യോ മറന്നു. തനിക്ക് ഒരു പ്രത്യേക പ്രഭയുണ്ട്. പക്ഷേ ആ പ്രഭയെ കുറച്ചുകൂടെ ഒന്ന് പൊലിപ്പിക്കണം. സത്യം. ആ, ദാ, എന്തെന്നാ സാരിയൊക്കെ നല്ല രീതിയിൽ ധരിക്കണ്ടേ? ശ്ശി, ഇത് മൊത്തം ചുളിവാണല്ലോ. സർ 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 എന്തൊക്കെ താനൊന്ന് അടങ്ങുന്ന എണീറ്റേ. ഞാൻ ശരിയാക്കി തരാം. ആ, ഭർത്താക്കന്മാരായാലും ഇങ്ങനെ വേണം. ശ്ശേ, ഭാര്യയുടെ സാരി നേരെയാക്കാൻ നടക്കുന്നു. നാണക്കേട്. മാനത്തൂന്ന് നക്ഷത്രം പൊട്ടി വീണതാണോ? ഞാൻ പറയാൻ വന്നതായിരുന്നു. ദേ അപ്പച്ചി, നിങ്ങൾ നോക്കിക്കോ, ഞാൻ അവിടെ തോൽപ്പിച്ചിരിക്കും. മാറും. എന്തായാലും അഖിലും ശ്യാമയും സൂപ്പർ ജോഡി തന്നെ. ശ്രീകുട്ടിമോളെ ആദ്യം കണ്ടപ്പോ തന്നെ വെറുതെ ഒരു തോന്നല്, എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. പാവ അമ്മ, എന്നെ കണ്ടപ്പോ എന്തെങ്കിലും ഒരു ബന്ധം തോന്നിയിട്ടുണ്ടായിരുന്നോ? ശ്രീകുട്ടിയുടെ അച്ഛൻ മരിച്ചു പോയോന്ന് ചോദിച്ചപ്പോ അല്ല, ആ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയാൻ തോന്നിയതാ. മോളെ, ആ ഞാൻ പോയിട്ട് വരാം. അല്ല, അമ്മ ഇതെങ്ങോട്ടാ അമ്മേ? നിന്നോട് പോകാൻ പറഞ്ഞിട്ട് നീ പോകുന്നില്ലല്ലോ. കമ്പനിയിൽ ഞാൻ പോവാ, എനിക്കൊരു ജോലി തരണമെന്ന് പറയും. അമ്മേ, ഞാൻ പറഞ്ഞല്ലോ, ഒരു ദാനത്തിന് വേണ്ടി ഇനി അവിടെ ചെന്ന് കൈ നീട്ടണ്ട. ദാനോ? ആര് പറഞ്ഞു ദാനോ എന്ന്? അവകാശത്തിനാ പോവാൻ പറയുന്നത്. വേറൊന്നും വേണ്ട, ആ കമ്പനിയിൽ ഒരു ജോലി തരണമെന്ന് അവനോട് പറയണം. അതിൽ കൂടുതല് ഒന്നും വേണ്ടെന്ന് പറ. ഇന്നലെ നീ സമ്മതിച്ചതല്ലേ? ഓഫീസിൽ പോയി അവനെ കാണാന്ന് പറഞ്ഞതല്ലേ? രാത്രി മുഴുവൻ ഞാൻ ആലോചിച്ചു. അന്നാ വീട്ടിൽ പോയി കാശിന് വേണ്ടി കൈനീട്ടി നിന്നെന്റെ മാനക്കേട് ഇപ്പോഴും മനസ്സിലുണ്ട്. ഇത് കടം വാങ്ങലല്ലോ മോളെ, ജോലിയല്ലേ. ഇവിടുത്തെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിനക്കറിയാലോ. നീ പോകുന്നോ അതോ ഞാൻ പോണോ? അമ്മേ, ഞാൻ പറയുന്നത്. വേണ്ട, ഞാൻ പോവാ. അമ്മ പോണ്ട, ഞാൻ പോവാം. ഞാൻ പൊയ്ക്കോളാം. ശരി, എന്നാ നീ വേഗം പോയി റെഡിയാവ്. ചെല്ല്. മോളെ, നല്ലതാണോ അമ്മേ? ആ ഐശ്വര്യ, കൊള്ളാലോ ഡ്രസ്സൊക്കെ. വളരെ നന്നായിരിക്കുന്നു മോളെ. എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടോ? ചേരുന്നുണ്ട്. മോക്ക് എല്ലാ ഡ്രസ്സും ഏത് കളറും നന്നായി ചേരും. അത് പിന്നെ എനിക്കറിയില്ല അമ്മേ. എന്റെ സൗന്ദര്യത്തിന് ഏത് ഡ്രസ്സും എനിക്ക് നന്നായിട്ട് ചേരും. ദേ ഐശ്വര്യ, നീ ആവണം മത്സരത്തിൽ ഒന്നാമതെത്തേണ്ടത്. നമ്മുടെ കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ആവേണ്ടത് നീ തന്നെയാ. അതായി അമ്മയുടെ ആഗ്രഹം. മോളെ, ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്കത് പരസ്യമായിട്ട് പറയാനൊക്കില്ലല്ലോ. അമ്മ രഹസ്യമായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി.
അമ്മ മൗനമായിട്ടെങ്കിലും എന്നെ അനുകൂലിച്ചാലേ എനിക്കൊരു കോൺഫിഡൻസ് ആവും. ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ നിന്നെയല്ലേ അനുകൂലിക്കൂ. അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, അവരൊക്കെ എവിടെ? ആരും കാണുന്നില്ലല്ലോ. ആ, അവര് വന്നിട്ടില്ല. ചിലപ്പോ ഒരുങ്ങായിരിക്കും. ആ, ദേ അവര് വന്നല്ലോ. എന്താമ്മേ? ഏയ് ഒന്നുമില്ല. നിങ്ങളെ കണ്ടില്ലല്ലോ എന്ന് ഞങ്ങള് പറയായിരുന്നു. എന്താ മോളെ, നിനക്കൊരു മൂഡ് ഔട്ട് പോലെ? ഓ, എനിക്കിതിലൊന്നും വലിയ താല്പര്യമില്ലമ്മേ. താല്പര്യമില്ലാത്തവർക്കൊക്കെ അങ്ങ് വരാതിരുന്നൂടെ? ആ, അങ്ങോട്ട് വരാതിരിക്കുന്നതാ ചിലർക്കൊക്കെ ഇഷ്ടമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ, അതൊക്കെ പോട്ടെ അമൃതയെടുത്തി. ഉം. ഇതൊക്കെ ഞാൻ എത്ര നാളായിട്ട് കേൾക്കുന്നതാ. ഐശ്വര്യടുത്തി, ഓരോരുത്തരുടെയും വേഷത്തിലൊന്നും അല്ല വലിയ കാര്യം, പെരുമാറ്റത്തിലാ. മറ്റുള്ളവരോട് മാന്യമായിട്ട് പെരുമാറുന്നതിനേക്കാളും വലിയ സൗന്ദര്യം വേഷത്തിനില്ല. മാത്രമല്ല, കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ ഒന്നും ആവാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതിനൊന്നും അല്ല വരുന്നതും. പിന്നെ പിന്നെ അച്ഛൻ അവിടെ വരെ ചെല്ലണമെന്ന് പറഞ്ഞു. അച്ഛനും അമ്മയും എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. ഓ, അങ്ങനെ. എന്നാ പിന്നെ ഈ വൈസ് ചെയർപേഴ്സൺ ആവാൻ താല്പര്യമൊന്നും ഇല്ലെങ്കിലേ അച്ഛനോട് പറഞ്ഞ് ഈ കാര്യത്തിൽ നിന്ന് അങ്ങ് മാറിക്കൂടെ? അതെ, അത് തന്നെ എന്റെ ഉദ്ദേശം. ഉം. എന്തായാലും ഓഫീസിൽ പോയിട്ട് വരട്ടെ. ഇന്ന് രാത്രി തന്നെ അച്ഛനോട് ഇക്കാര്യം ഞാൻ പറയുന്നുണ്ട്. ഉം. അല്ല, നീ എന്തിനാ ശ്യാമേ ഈ മത്സരത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്നേ? കമ്പനിയുടെ ചെയർപേഴ്സൺ ആവാൻ ഇവിടെ എല്ലാവരെക്കാളും യോഗ്യത നിനക്കാ ഉള്ളത്. ഇവൾ എന്നെ ലക്ഷ്യം വെച്ചാണല്ലോ അമ്പൊക്കെ ചെയ്യുന്നത്. ഇവളാ ഇപ്പൊ എന്റെ പ്രധാന ശത്രു. ശ്യാമേ, നീ എന്തൊന്നും പറയാത്തേ? ഞാൻ എന്ത് പറയാനാ എടുത്തി? ഇത്തരം സ്ഥാനമാനങ്ങളൊന്നും വേണമെന്ന് എനിക്കില്ല. അതിനുള്ള അർഹതയുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല. അർഹതയില്ലെന്ന് നിന്നോട് ആര് പറഞ്ഞു? നിന്റെ അത്ര കഴിവുള്ള മറ്റൊരു മരുമകളും ആനന്ദവർമ്മയ്ക്കും വസുന്ധരാമയ്ക്കും ഇവിടെ ഇല്ല. അമൃതയെടുത്ത് എന്ത് പറഞ്ഞാലും ഞാൻ വൈസ് ചെയർപേഴ്സൺ ആവില്ല. അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞതാ. തമ്മിൽ പറഞ്ഞു വഴക്കുണ്ടാക്കാതെ നിങ്ങൾ സന്തോഷത്തോടെ 3 പേരും കൂടി പോവാൻ നോക്ക്. ആ, ഇറങ്ങാം. വാ. ചെല്ല്. ഞാൻ നിങ്ങൾ രണ്ടുപേരോടുമായിട്ട് ഒരു കാര്യം പറയാം. ഒരു നിർദ്ദേശമാണ്. എനിക്കറിയാം നിങ്ങൾക്ക് 2 പേർക്കും കമ്പനി ചെയർപേഴ്സൺ ആവാൻ താല്പര്യമില്ല. നിങ്ങളുടെ രീതികളും കമ്പനി ഭരണവുമായിട്ട് ഒന്നിച്ചു പോവില്ല. അത് നിങ്ങൾ തന്നെ സമ്മതിച്ചതുവാ. ഇപ്പോ നമ്മൾ ഓഫീസിലെത്തുമ്പോ അച്ഛന് രേഖാമൂലം അങ്ങ് എഴുതി കൊടുത്തു, നിങ്ങള് മത്സരത്തിൽ നിന്ന് അങ്ങ് പിന്മാറുന്നു. അപ്പോ ഞാനങ്ങ് വൈസ് ചെയർപേഴ്സൺ ആകും. മത്സരോ ബഹളോ ഒന്നും വേണ്ട. ഐശ്വര്യക്ക് വേണ്ടി പിന്മാറാനോ? ശ്യാമയുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ ഞാൻ എന്തായാലും മാറിത്തരുമെന്ന് ഐശ്വര്യ സ്വപ്നത്തിൽ പോലും കരുതണ്ട.